തമ്പുരാനെ നിങ്ങൾക്ക് വചിക്കണമെന്നിരിക്കുന്ന ശാസ്ത്രങ്ങൾ എങ്ങനെയാ കിട്ടിയതെന്ന് വല്ല ഗ്രാഹ്യമുണ്ടോ? ഈ ഭഗവാന് നിങ്ങൾക്ക് എങ്ങനെയാ തമ്പുരാനിങ്ങനെ കിട്ടിയെന്ന് വല്ല ഗ്രാഹ്യമുണ്ടോ? പറഞ്ഞു കേൾപ്പിക്കണ കുറച്ച് അല്ലേ? എന്നാലും അന്ന് ഭക്തനായിരിക്കുന്നൊരു മഹർഷി ഉണ്ടായിരുന്നു, പ്രകണ്ഠ മഹർഷി എന്നാണ് നാമം. നിങ്ങൾ സങ്കടങ്ങളും ദുഃഖങ്ങളും വരുന്ന കാലത്ത് അമ്മയോട് സങ്കടം പറയും. എന്നാൽ അന്ന് എന്റെ മകരണ്ട മഹർഷി എന്ന് മഹേശ്വരനെ തപം ചെയ്തു. ഭക്തവത്സനായിരിക്കുന്ന മഹേശ്വരനെ ഓം നമഃശിവ എന്നിരിക്കുന്ന പഞ്ചാക്ഷര മന്ത്രം ഉച്ചരിച്ച് എന്റേതായിരിക്കുന്ന മഹാദേവൻ തിരുടമല്ലച്ചനെ പ്രാർത്ഥിച്ചു. ഭക്തവത്സനായിരിക്കുന്ന മഹേശ്വരൻ എന്ന മകരണ്ട മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷനായി എന്ത് വരം വേണമെന്ന് ചോദിച്ചു നോക്കുന്ന നേരത്തിൽ തമ്പുരാനെ, സന്താനങ്ങളില്ലാതെ സങ്കടപ്പെട്ടു പോന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു സന്താന ഭാഗ്യം തന്നെ പരിപാലിക്കണേ എന്റെ മഹാദേവ എന്ന് പ്രാർത്ഥിച്ചു പോന്നിരിക്കുന്ന നേരത്തിൽ എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു സന്താന ഭാഗ്യം വന്നു ഭവിക്കട്ടെ എന്നിരിക്കുന്ന വരത്തെ കൊടുത്തു. അങ്ങനെ നേരത്തിൽ രണ്ട് കാര്യങ്ങൾ മഹാദേവൻ കൽപ്പിച്ചു. അതിബുദ്ധിമാനും അല്പായുസ്സുമായിരിക്കുന്ന ആ പുത്രനെ വേണോ, ദീർഘായുസ്സും മന്ദബുദ്ധിയായിരിക്കുന്ന ആ പുത്രനെ വേണോ? നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെങ്ങനെയാ ചിന്തിക്കുക? തമ്പുരാനെ അല്പായുസായാലും വേണ്ടിയില്ല അല്ലേ, ഇങ്ങനെ ചിന്തിക്കുക. നമ്മുടെ പുത്രന്മാരും നമ്മുടെ സന്താനങ്ങളും നാളാളെ കൊണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു പരിഹാസ കഥാപാത്രം ആവാൻ പാടില്ല അല്ലേ? നല്ല പുത്രന്മാരായിട്ട് നല്ല പുത്രിമാരായിട്ട് വളരണം അല്ലേ? അങ്ങനെയാണ് പ്രകണ്ഠ മഹർഷിയും മഹാദേവനോട് പറഞ്ഞു, ഭഗവാനെ അല്പായുസായാലും വേണ്ടിയില്ല, നിനക്ക് അല്ലേ നല്ലൊരു പുത്രനെ മതിയെന്ന് വരത്തെ വിളിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നു പോയിരിക്കുന്ന മേഘത്തെ മുഖർന്ന് പോർച്ചിക്കും പതിക്കും. അങ്ങനെയാണ് ഒരു നല്ല ഒരു സന്താനം വന്നു ഭവിച്ചു, ഒരു പുത്രം വന്നു ഭവിച്ചു. ഈ കലികാല കാലുഷ്യത്തെങ്കിലും നിങ്ങളതായിരിക്കുന്ന ഭവനത്തിലെ സന്താനങ്ങൾ ഉണ്ടാവുന്ന കാലത്ത് അനേകമായിരിക്കുന്ന സന്തോഷത്തെ കൊണ്ടിട്ട് അല്ലേ? അതുപോലെ തന്നെ അന്ന് മൃഗന്റെ മഹർഷി തന്റേതായിരിക്കുന്ന ആ പുത്രനെ ചോറ് കൊടുത്ത് പേര് വിളിച്ചു മാർക്കണ്ഡേയോ എന്ന് നാമം കൽപ്പിച്ചു. അന്ന് മാർക്കണ്ഡേയൻ വളർന്നു പോന്നിരിക്കുന്ന നേരത്ത് നല്ല ഒരു വിദ്യയിൽ നല്ല ഗുരുവിനെ തടഞ്ഞു വരുത്തണം അല്ലേ? അന്ന് മാർക്കണ്ഡേയനും ചൊല്ലി നല്ല ഒരു ഗുരുവിന്റെ അടുത്തെത്തി ഗുരുക്കന്മാരുടേതായിരിക്കുന്ന രീതിയിൽ എഴുത്തിനിരുത്തി. ഇങ്ങനെ കാലങ്ങൾ കടന്നു പോന്നിരിക്കുന്ന നേരത്ത് ഗുരുക്കന്മാർ ചൊല്ലുന്നതിന് മുമ്പായിട്ടും വേണ്ട വിദ്യകളൊക്കെയും മാർക്കണ്ഡേയൻ അഭ്യസിച്ചു. അതിബുദ്ധിമാനായിരിക്കുന്ന ഒരു പുത്രനായിട്ട് തന്നെ വളർന്നു, ഗുരുവിനുത്തമ ശിഷ്യനായി വളർന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി 16 വത്സരം തികഞ്ഞു. മാർക്കണ്ഡേയന് ഭഗവാൻ 16 വത്സരം ആയുസ്സാ കൊടുത്തു. നിങ്ങൾക്കെങ്ങനെയാണ് ജനനാന്തരം മരണം, മരണാന്തരം ജനം, സുഖം, ദുഃഖം എന്നതായിരിക്കുന്ന ആ ചരികളിലൂടെ ജീവിക്കാൻ തക്കവണ്ണം ചരികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാർക്കണ്ഡേയന് 16 വത്സരം ആയുസ് കൊടുത്ത പ്രകാരം അന്ന് ആയുസിന്റെ കാലമെത്തുന്ന ദിനമെത്തി. മാർക്കണ്ഡേയൻ അർജുനന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ, ഇനി എന്ത് വേണം? നേടിയാ കിട്ടുക? നിങ്ങൾക്ക് ആയുസ് നേടിയാ കിട്ടുക? ഇല്ല. എന്നാലോ മാർക്കണ്ഡേയനൊന്ന് നേരെ വനത്തിലേക്ക് ചെന്നു, കാനത്തിലേക്ക് ചെന്നു. കണ്ണീര് കൊണ്ട് കളിമണ്ണിൽ കുളിച്ചു ശിവലിംഗമുണ്ടാക്കി കണ്ണീരർച്ചനയും മനസ്സ് പുഷ്പമാക്കി മഹാദേവനെ പഞ്ചാക്ഷര മന്ത്രം എന്താ ഓം നമഃശിവ എന്നിരിക്കുന്ന പഞ്ചാക്ഷര മന്ത്രം ഉച്ചരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു പോന്നിരിക്കുന്ന നേരത്ത് അന്ന് മരണത്തിന്റെ ദേവൻ കാലൻ യമധർമ്മൻ അല്ലേ തന്റെ പൊത്തിൻപുറത്ത് അല്ലേ കയ്യിൽ പാശവുമായിട്ട് മാർക്കണ്ഡേയന്റെ ദിവ്യമായ ആയുസ്സിനെ എടുക്കാൻ കഴിഞ്ഞു. മാർക്കണ്ഡേയനെ കണ്ടതും തന്റെ കയ്യിലിരിക്കുന്ന കാലവാസമെടുത്ത് മാർക്കണ്ഡേയന്റെ നേരെ ലക്ഷ്യമാക്കിയിരുന്നു. എന്നാലോ കാലനെ കണ്ട് പേടിച്ച് വിറച്ചിരിക്കുന്ന മാർക്കണ്ഡേയനെന്ന് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. അന്ന് ശിവലിംഗവും മാർക്കണ്ഡേയനും ഒന്നിച്ചു വന്ന് ഭവിച്ചു. കാലന്റെ പാശത്താൽ ബന്ധിതമായിരിക്കുന്ന നേരത്തിൽ കൈലാസം വിറച്ചു. മഹാദേവൻ കോപാഗ്നിയിലായി തന്റെ തൃക്കണ്ഠ തുറന്നു കാലിനെ വസ്ത്രീകരിച്ചു. അങ്ങനെ കാലമില്ലാത്തൊരു കാലമുണ്ടായി തരണമെങ്കിൽ അല്ലേ അനേകം നരമനുഷ്യന്മാർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഭൂമിദേവിക്ക് സങ്കടമായി എന്തുവേണം അല്ലേ? നിങ്ങളതായിരിക്കുന്ന ശിരസിനകത്തും എടുക്കാൻ പറ്റാത്തൊരു കെട്ടുവെച്ചാലോ ഇന്നുണ്ടാവും, വിഷമാവൂലേ? അങ്ങനെ അനേകം നരമനുഷ്യന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലദേഹത്തെങ്കിൽ സങ്കടമായ നേരത്ത് നേരെ ബ്രഹ്മാവിൻ പക്കൽ ചെന്നു സങ്കടം പറഞ്ഞു. പ്രതിവിധി ഉണ്ടായില്ല. നേരെ വൈകുണ്ഠത്തിലെത്തി ലോകനാഥനോട് സങ്കടം പറഞ്ഞു, മഹാവിഷ്ണുവിനോടും സങ്കടം പറഞ്ഞു. അവിടെയും പ്രതിവിധിയില്ല. മൂവരും ചേർന്ന് കൈലാസത്തിലെത്തി
അല്ലേ? കൈലാസം ചെയ്ത് വാട്ട് മൂവരെയും കണ്ടപകാരം ഭഗവാൻ അല്ലേ? അങ്ങനെയാണ് ആദിത്യവരുടെ അന്ന് ഭൂമിദേവി തന്റെ സങ്കടം പറഞ്ഞു. ഭഗവാനെ അങ്ങ് ഇങ്ങനെയാണ് കാലനെ വശീകരിച്ചതിന്റെ ഫലമായിട്ട് തരണകുമ്പേതുമായിട്ട് ആയുസൊടുങ്ങാതെ അനേക നരമനുഷ്യന്മാർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ത് വേണമെന്നിരിക്കുന്ന അല്ലേ ഒരു സങ്കടത്തിലാണ് ഞാൻ. ഒരു പ്രതിപതി ഉണ്ടാക്കി തരണം തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന നേരത്തിൽ മഹാവാൻ തന്റെ തിടക്ക് കൈലാസത്തിൽ അമർത്ത ചവിട്ടുന്ന നേരത്ത് ഭഗവാന്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് ആവിർഭവിച്ചു ഭീമാകാരമായിരിക്കുന്ന ഒരു രൂപം. അന്ന് ആ രൂപം കൊണ്ട് മഹേശ്വരം പോലും ഒന്ന് സ്തംഭിച്ചു പോയി. ഭൂതഗണങ്ങളൊക്കെ ഓടി കളിച്ചു, ദേവന്മാരും ഓടിച്ചു വിറച്ചു. എന്ത് വേണമെന്ന് ചിന്തിക്കുന്ന നേരത്ത് മഹാദേവൻ എന്നെ അരികിൽ വിളിച്ചു. കൈലാസം നിന്നാ കൈലാസം മുടിയും, ദേവലോകത്ത് നിന്നാ ദേവലോകം മുടിയും. ഈ ധരണിയിൽ കൈയെടുക്കണം. ഭൂമിദേവിക്കൊരു സങ്കടമുണ്ട്. കാലനെ വശീകരിച്ചതിന്റെ ഫലമായിട്ട് കാലനില്ലാത്ത ഒരു കാലമുണ്ട്. കാലന്റെ പ്രവർത്തി ചെയ്യണം നീ എന്നോട് കൽപ്പിക്കുന്ന നേരത്തിൽ ലോകമളക്കാൻ ലോകതുണ്ട്, സമുദ്രമളക്കാൻ വെള്ളിനാഴിയും കയ്യിൽ കാലവാശവും തന്ന് എന്നെ ഈ ധരണിയിലേക്ക് പറഞ്ഞയക്കുന്ന നേരത്തിൽ 2 വരം അവിടെയും എനിക്ക് തന്നു. ഇങ്ങനെയാണ് രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള വരങ്ങൾ തന്നു ഭഗവാൻ. അന്ന് ഈ ധരണി മുമ്പേതുമായിട്ട് കൈയെടുക്കുന്ന നേരത്ത് ഞാൻ സമുദ്രങ്ങളൊന്നും തട്ടൊപ്പിച്ചു, ഭൂമികളൊന്നും നിലകൊണ്ടു. ഈ ധരണി മുമ്പേതുമായിട്ട് കൈയെടുത്ത് പോന്നിരിക്കുന്ന നേരത്ത് ഭഗവാൻ പെരുദാഹം വന്നു. കടലേഴും കോരിക്കുടിച്ചു, ദാഹം തീർന്നില്ല. എന്ത് വേണമെന്നിരിക്കുന്ന അനുഭവത്തിൽ ഞാനിങ്ങനെ ഈ ധരണി മുമ്പേതുമായിട്ട് നടന്നു നീങ്ങുന്ന നേരത്ത് ഈ കല്ലരിയൻ പ്രവാടനകത്ത് വസിച്ചു പോന്നിരിക്കുന്ന ദൈവാദനങ്ങളെയും ഞാൻ കണ്ടു. നേരെ ഇങ്ങോട്ട് കൈയെടുത്ത് പോന്നിരിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ വലസ്യം കൊണ്ടുപോന്നിരിക്കുന്ന നേരം എന്ത് വേണമെന്ന് എൻ്റെ കല്ലരിയൻ പ്രവാട ആധാരമായിട്ട് ചിന്തിച്ചു. അന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദേവൻ ഇവിടെ കൈയെടുത്തിട്ടുണ്ടെന്ന് വേണമെന്ന് ചിന്തിച്ചു. തമ്പുരാനെന്താ കൊടുക്കുക, എന്ത് കൊടുത്താലാ സന്തോഷമാവുക? എല്ലാവരും മനസ്സിൽ നിറച്ചു പോന്നിരിക്കുന്ന നേരത്ത് നിലവിൽ കാണിച്ചു കൊടുത്തു. അന്ന് ഒരു കരിങ്കോഴിയും ഒരു കരിങ്കലശവും ഒരു കരിങ്കുരിശും തന്നു. ഭഗവാനെ തൃപ്തിപ്പെടുത്തി. അന്ന് തൊട്ട് ഇന്നോളം നിങ്ങളുടേതായിരിക്കുന്ന ഈ ഭവനത്തിനകത്ത്, നിങ്ങളുടേതായിരിക്കുന്ന ഈ തറവാട്ടിനകത്ത് ഈ തമ്പുരാൻ ഒരു കാവൽക്കാരനായിട്ട് നിലനിന്നു. ഉദയസൂര്യന്റെ പ്രഭയെങ്കിൽ സർവേശ്വരനെ ഇന്ന് കാണുന്ന നേരത്ത് എല്ലാവർക്കും സന്തോഷമായോ?